അനൂപ് എന്ന് പറയുന്ന ഒരാൾ വളർത്തിയ ഒരു കുട്ടി ഇങ്ങനെ സംസാരിക്കുമെങ്കിൽ മൈത്രേയൻ വളർത്തിയ കനി കുസൃതി എങ്ങനെ സംസാരിക്കും എന്ന് ആലോചിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് അവിടെ അവസരങ്ങൾ പോകുന്നതായിരിക്കില്ല കനി കുസൃതിയുടെ പ്രശ്നം. മീനാക്ഷി അങ്ങനെയാണെങ്കിൽ ദളിതിനെ കല്യാണം കഴിക്കുമോ? എനിക്ക് വൃത്തിയായിട്ടൊന്ന് ചിരിക്കാം എന്നല്ലാതെ അതിന് ഞാൻ എന്തുത്തരമാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം കൃത്യമായ കാരണമില്ലാത്ത കാര്യത്തിനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും. എന്തായി പറയുന്നത്, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? വിപ്ലവം നടത്തിയത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. ഇതും കൂടെ പഠിപ്പിക്കൂ, ഇതും കൂടെ ഇതിനകത്ത് വേണമല്ലോ, ഇത് കഥ പൂർണ്ണമല്ലല്ലോ. തമിഴ്നാടായിരുന്നു ഷൂട്ട്. അവർക്ക് എങ്ങനെയെങ്കിലും കൊച്ചു തിരിച്ചൊന്ന് വീട്ടിൽ വന്നാൽ മതി എന്നുള്ള. അച്ഛൻ എന്റെ കൂടെ ഉണ്ട്. അച്ഛൻ മടുത്തു. ഞാനെന്നും രാത്രി വരുന്നു, കരയുന്നു, ഒച്ചുണ്ടാക്കുന്നു, എനിക്ക് പറ്റുന്നില്ല, ഞാൻ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. 100 കൂട്ടം പ്രശ്നങ്ങളാണ്. ആർക്കും എന്നെ അങ്ങനെ വിഷമിപ്പിക്കാൻ പറ്റും. പുറത്തുനിന്ന് ഒരാൾക്കും എന്നെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല. പ്രൈവറ്റ് സെറ്റിലോട്ട് പോകാന്ന് പറയുന്നത് എനിക്ക് പേടിയാ. ദൈവമേ, ഇന്ന് എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത്, ഞാൻ ഇന്ന് ആരോടൊക്കെ വഴക്കിടും എന്നൊക്കെ ആലോചിച്ചാണ് ഞാൻ എൻ്റെ റൂമിൽ നിന്നേ പോകുന്നത്. മാസ് ഇല്ലാത്ത 2 പേരെ വെച്ചൊരു മാസ് പടം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അത് വളരെ കറക്റ്റായിരുന്നു. അതുപോലെ തന്നെ ഈ പോസ്റ്റ് ഇട്ടപ്പം പലരും അതിനകത്ത് എഴുതിയേക്കുന്നു, നമ്മളൊരു കാര്യം പറഞ്ഞു, പഠിക്കാനുള്ളൊരു പുസ്തകത്തിനെയാണ്, അതായത് വിപ്ലവം നടത്തിയത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. ഇതും കൂടെ പഠിപ്പിക്കൂ, ഇതും കൂടെ ഇതിനകത്ത് വേണമല്ലോ, ഇത് കഥ പൂർണ്ണമല്ലല്ലോ, നിങ്ങൾ ഒരു പുറവേ കാണിച്ചുള്ളൂ, മറുപുറം എന്താ കാണിക്കാത്തതെന്നാണ്. അത് ചോദിച്ചപ്പോൾ പലരും പറയുന്നുണ്ട്, മീനാക്ഷി അങ്ങനെയാണെങ്കിൽ ഒരു ദളിതിനെ കല്യാണം കഴിക്കുമോ എന്നുള്ളൊരു ചോദ്യങ്ങളും അതിനകത്ത് കണ്ടിരുന്നു. മീനാക്ഷി അതിനോട് എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് വൃത്തിയായിട്ടൊന്ന് ചിരിക്കാം എന്നല്ലാതെ അതിന് ഞാൻ എന്തുത്തരമാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഞാനൊരു കല്യാണം കഴിക്കുമ്പോഴോ എനിക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോഴോ അയാൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിജയം. അങ്ങനെ ആവണം ഓരോ വ്യക്തിയും. നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ അവരുടെ സ്വഭാവത്തിനപ്പുറം അവരുടെ ജാതിയോ മതമോ എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ളതാണ് എൻ്റെ മറുപടി. ഓക്കെ, അല്ല അത് നല്ല മറുപടിയാണ്. ഞാൻ അതിങ്ങനെ ചോദിക്കണോ വേണ്ടത് ഞാൻ 2-3 വട്ടം ആലോചിച്ചു. എന്തായിരിക്കാം നിങ്ങൾക്ക് പേഴ്സണലി ഫീൽ ചെയ്യുമോ? അതായത് വേറെ അല്ല, ഇവർ കാരണം കമന്റ്സുകൾ ഞാൻ കണ്ടിരുന്നു, അതിനെ തുടർന്നാണ് ഞാനിത് ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചത്. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മതനിരപേക്ഷതയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് വന്ന ഫെമിനിസത്തെ കുറിച്ചും പറഞ്ഞു. എന്താണ് ഫെമിനിസത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ എന്താണ് ഫെമിനിസം എന്നാണ് ആ എഴുതിയേക്കുന്നത് തന്നെയാണോ മീനാക്ഷി പറയുന്ന ഫെമിനിസം? എൻ്റെ പൂർണ്ണമായിട്ടുമുള്ള ഫെമിനിസം അതാണ്. ഞാൻ മുന്നേ ഇട്ട പോസ്റ്റുകളിൽ എല്ലാവരും ചോദിച്ചിരുന്ന കാര്യം മീനാക്ഷി ഫെമിനിസ്റ്റ് ആണോ, മീനാക്ഷി ഫെമിനിസ്റ്റ് ആണോ എന്നുള്ളതാണ്. അങ്ങനെ ആവർത്തിച്ചുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ FBയിൽ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് നമ്മൾ മറുപടി കൊടുക്കാറുണ്ട്. അതൊരു സ്ഥിരം പരിപാടിയാണ്. എൻ്റെ ഫെമിനിസം അത് തന്നെയാണ്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സ്ത്രീയും പുരുഷനും 2 ശാരീരികാവസ്ഥയിൽ നിൽക്കുന്ന ആളാണ്. അതേ ശാരീരിക വ്യത്യസ്തതയിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് തുല്യ അവസരം എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്ത് വേണ്ടത്, അല്ലേ? അതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കേണ്ടത്. അപ്പം എൻ്റെ ഫെമിനിസം സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആരുമാവാം, നമ്മുടെ അതേ അവസരങ്ങളുള്ള ഒരാളെ അവരുടെ അവസരങ്ങളിൽ നിന്നും വിലക്കിക്കൊണ്ട് നമ്മുടേതായിട്ടുള്ള മൂല്യങ്ങളോ അവസരങ്ങളോ നേടാൻ ശ്രമിക്കുന്നത് തെറ്റാണ് എന്ന് തന്നെ ഞാൻ പറയും. അത് സ്ത്രീ ആണെങ്കിലും സ്ത്രീകളുടെ അവസരങ്ങളാണെങ്കിലും അങ്ങനെ നേടാൻ ശ്രമിക്കുന്നതെങ്കിലും അത് തെറ്റാണ് എന്ന് പറയുന്നത് തന്നെയാണ് ഫെമിനിസം. ഫെമിനിസം ഒരിക്കലും പുരുഷന് മുന്നിൽ നിൽക്കണം എന്ന് പറയുന്നതല്ല, അല്ലെങ്കിൽ പുരുഷനെ പോലെ ആവണം എന്ന് പറയുന്നതല്ല ഫെമിനിസം. ഇക്വാലിറ്റി വേണ്ട പലരും പറയുമ്പോൾ വരുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം മേ ബി നമുക്ക് പുരുഷനെ പോലെ തുല്യത വേണം എന്നുള്ളത്. നമ്മൾ പുരുഷനെ ആ പറച്ചിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. പുരുഷനെ പോലെ ആവുക എന്നുള്ളതല്ല തുല്യത, മറിച്ച് ഏത് ജെൻഡർ ആയാലും ഒരേ അവസരങ്ങൾ, തുല്യ അവസരങ്ങൾ എന്നുള്ളതാണ് അവിടെ തുല്യത എന്നതുകൊണ്ട്. അല്ല, എഴുത്തുകാരുൾപ്പെടെ വിമർശിച്ചതും അത് വാർത്തയായതും മീനാക്ഷി ശ്രദ്ധിച്ചിരുന്നു? ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് അവരത് എഴുതിയത്? ഇപ്പം ഞാൻ കുറച്ചുകൂടെ എഴുതണമായിരുന്നോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കണോ, ഫെമിനിസം എന്താണെന്ന് കുറച്ചുകൂടെ നോക്കണമായിരുന്നോ, അങ്ങനെ തോന്നിയിരുന്നു? ഇല്ല, ഞാൻ എൻ്റെ ഫെമിനിസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. ഞാൻ അതിനെപ്പറ്റി എൻ്റെതായ ധാരണയുള്ള ആളാണ്. പിന്നെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ നമ്മളതിനെ നെഗറ്റീവ് തോട്ട്സോടെ കാണേണ്ട ആവശ്യമില്ല. നമ്മളൊരു കാര്യം പറയുമ്പോൾ, നമ്മളൊരു പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വന്ന് ഞാൻ എൻ്റെതായ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്നവരും അതിനെ വിയോജിക്കുന്നവരും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അപ്പം ഞാൻ അതിനെ ഒന്നും ഒരു ബുദ്ധിമുട്ടോടെ നോക്കിക്കാണുന്ന ആളോ അല്ലെങ്കിൽ അയ്യോ എന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുന്ന ആളേ അല്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് നമുക്കും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്, അല്ലേ? നമുക്ക് 2 പേർക്കും ഇതിനെപ്പറ്റി ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്കങ്ങനെ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം നമുക്കുള്ള അതേ അവകാശം അവർക്കും ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കട്ടെ. അതിനൊന്നും ചർച്ചകൾ വരട്ടെ. എപ്പോഴും ചർച്ചകൾ പല വിധത്തിൽ പോട്ടെ. നമ്മളെപ്പോഴും പറയും, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ പോലും വഴക്കെന്ന് പറയുമ്പോൾ അല്ല, നമ്മൾ സംസാരിക്കുന്നതാണ്. ആ സംസാരത്തിൽ അതിന് ലാസ്റ്റ് ഒരു മറ്റേ നമ്മൾ പസിൽസ് സോൾവ് ചെയ്യുന്ന പോലെ ലാസ്റ്റ് സോൾവിങ് അല്ല, സംസാരിക്കട്ടെ, സാധ്യതകൾ സംസാരിക്കട്ടെ. അതിൽ ഏറ്റവും നമുക്ക് ആപ്റ്റ് എന്ന് തോന്നുന്നത് സ്വീകരിക്കുക. ഇത് മാത്രമാണ് ശരിക്കും എനിക്ക് FB പോലുള്ളൊരു സാധനം കൊണ്ട്
എനിക്ക് തോന്നുന്നത് ഞാൻ അറിയത്തില്ലാത്ത ഒരു പെർസ്പെക്റ്റീവ് വേറൊരാൾ എഴുതുമ്പോൾ ഇങ്ങനെ ഉണ്ടല്ലേ എന്ന് എനിക്ക് തോന്നുകയും എൻ്റെ ചിന്ത ആ വഴിക്ക് പോയിട്ട് എൻ്റെ ഒന്നുകൂടെ എനിക്ക് എന്നാൽ എനിക്ക് ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാമല്ലോ എന്ന് തോന്നി ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പം അടുത്തിടെ ഒരു ഇൻ്റർവ്യൂലാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് മൈത്രേനെ വായിക്കുകയും മൈത്രേനെ കുറിച്ച് ചെയ്യുകയും പിന്നീട് എന്താ പറയുക സയൻറ്റിഫിക് ടെമ്പറുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലേക്കൊക്കെ എത്തിച്ചേർന്നത് അച്ഛൻ ഭയങ്കര വായനക്കാരനാണെന്ന് പറഞ്ഞു. അച്ഛൻ്റെ വായനയാണോ സപ്പോർട്ട് ചെയ്തത് അതോ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പം ഒരു ഇഷ്ടം കൊണ്ട് അങ്ങോട്ട് പോയതാണ്. കാരണം സ്കൂളിൽ പോലും അങ്ങനെ നേരെ പോകാൻ പറ്റിയിട്ടില്ലാത്ത ഒരാളാണ്. സ്കൂളിൽ പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അല്ലല്ല അങ്ങനെയല്ല, സ്കൂളിൽ എൻജോയ്മെന്റ് നമുക്ക് അതുണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ടീച്ചർ വന്ന് അങ്ങനെ പഠിക്കുകയായിരുന്നു. കൂടുതലും ഹോം സ്കൂളിംഗ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്കൂൾ ലൈഫ് മിസ് ചെയ്യരുത് എന്ന് അന്നും നിർബന്ധമുള്ളത് കൊണ്ട് ഞാൻ വീട്ടിലുള്ളപ്പോഴൊക്കെ മാക്സിമം സ്കൂളിൽ പോകാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ ഈ പഠിത്തത്തിൻ്റെ കാര്യം കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ വീട്ടിലും ഒരു ടീച്ചർ വരുമായിരുന്നു. ഒരു 10ാം ക്ലാസ്സൊക്കെ തൊട്ടേ ഞാൻ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യന് ഞാൻ അങ്ങനെ ഒരുപാട് വായിക്കുന്ന ആളല്ല, തീരെ വായിക്കുന്ന ആളല്ല. ഞാൻ നിർബന്ധിതമായിട്ടും എൻ്റെ ചിന്തകൾ കൂട്ടാൻ വേണ്ടിയിട്ട് വായനാശീലം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ചിന്തിക്കാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ തീരെ ഞാൻ ആകെ കൂടി വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ എടുത്ത് 1ഓ 2ഓ ആയിരിക്കും. ഞാനല്ലാതെ ഒരുപാട് പല ആൾക്കാരും തെറ്റിദ്ധരിക്കാറുണ്ട് ഞാൻ ഒരുപാട് വായനാശീലമുള്ള ഒരാളാണെന്ന്. പക്ഷെ ഒരിക്കലും അല്ല, ഞാൻ അങ്ങനെ വായിക്കുന്ന ഒരാളല്ല. പക്ഷെ എനിക്ക് വായനാശീലം കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ അച്ഛൻ നന്നായിട്ട് വായിക്കും, അച്ഛൻ നന്നായി സംസാരിക്കും. അച്ഛൻ എന്തിനെ പറ്റി ചോദിച്ചാലും അറിയാം. ഞാൻ അങ്ങനെ ഒരു അച്ഛനായാലും അമ്മയായാലും ഞാൻ അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിൽ വളർന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ റൂട്ടിലാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പം മൈത്രേൻ്റെ കാര്യം പറഞ്ഞാലും വൈശാഖൻ തമ്പിയുടെ കാര്യം പറഞ്ഞാലും നമ്മളിപ്പം നിലവിലുള്ള ആരുടെ കാര്യം എടുത്താലും അങ്ങനെ ഒരുപാട് പേരെ ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരോട് ഞാൻ വിളിച്ച് ചോദിക്കുന്ന ആളാണ്. എൻ്റെ സംശയങ്ങളെല്ലാം അവർ ക്ലിയർ ചെയ്ത് തരാറുണ്ട്. അങ്ങനെ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ള ആളാണ്. അപ്പം അതെല്ലാം മാക്സിമം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് ഞാൻ മൈത്രേൻ്റെ കാര്യം ചോദിക്കാൻ തന്നെ കാരണം മൈത്രേൻ്റെ ഇതിൽ മകൾ കനിയും ഇതുപോലെ തന്നെയാണ്. നല്ല അതായത് ഒരു അഭിപ്രായമുണ്ട്. അതായത് നമ്മൾ കംഫർട്ടായിരിക്കുക, ആർക്കും ദ്രോഹം ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ പറയാനുള്ളത് നമ്മളത് പറഞ്ഞു പോകുക. അത് ശരിയോ തെറ്റെന്നുള്ളതല്ല, നമുക്ക് അത് എന്താ പറയുക, ഇവിടെ നടക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മളത് ശരിയും തെറ്റും തരും. ഇപ്പം പുസ്തകത്തിലെ ചെറിയ പെശക് പോലും തിരുത്തുക എന്നുള്ള രീതിയിൽ. അപ്പോൾ കണിക്ക് തന്നെയും ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുക പറയുകയാണെങ്കിൽ ഫെമിനിസം പറഞ്ഞിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മീനാക്ഷിക്ക് അങ്ങനത്തെ വല്ല ഭയമോ കാര്യങ്ങളോ ഉണ്ടോ? അങ്ങനത്തെ ഭയങ്ങളൊന്നും എനിക്കില്ല. പിന്നെ ആ ചേച്ചി ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞങ്ങളങ്ങനെ നേരിട്ട് ഒരുപാട് സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛന് നല്ലൊരു അച്ഛനാണ്. ഞാൻ എന്തിനെ പറ്റി ചോദിച്ചാലും ആ മനുഷ്യനറിയാം. പുള്ളിക്കാരന് അറിയാത്ത സംഭവങ്ങളൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ എന്തിനെ പറ്റി സംശയം ചോദിച്ചാലും അച്ഛയ്ക്ക് അത് അറിയായിരിക്കും. അപ്പോൾ അച്ഛൻ വളർത്തിയ ഒരു കുട്ടി, അനൂപ് എന്ന് പറയുന്ന ഒരാൾ വളർത്തിയ ഒരു കുട്ടി ഇങ്ങനെ സംസാരിക്കുമെങ്കിൽ മൈത്രേയൻ വളർത്തിയ കനി കുസൃതി എങ്ങനെ സംസാരിക്കും എന്നാലോചിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് അവിടെ അവസരങ്ങൾ പോകുന്നതായിരിക്കില്ല കനി കുസൃതിയുടെ പ്രശ്നം. മറിച്ച് ആൾ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്തതോ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നതോ ഒക്കെ ആയിരിക്കാം പ്രശ്നങ്ങൾ. അപ്പം അത്തരത്തിലുള്ള ഭയങ്ങളൊന്നും അവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ എന്തായാലും ഇല്ല. ഞാൻ അങ്ങനെ എൻ്റെ പ്രൊഫഷനെയോ എൻ്റെ ചിന്തകളെയോ ആയിട്ട് കൂട്ടിക്കലർത്താനൊന്നും ആഗ്രഹിക്കാത്ത ആളാണ്. അത് വേറെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ ആരെയും ഒന്നും കൊണ്ടും ബുദ്ധിമുട്ടിക്കാനോ പേഴ്സണലി ആരുമായിട്ടും വഴക്കിടാനോ ഒന്നും ആഗ്രഹിക്കാത്ത ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരിലൊക്കെ കൺസേൺഡ് ആണ്. ഞാനിപ്പം ഞാൻ പറയുന്ന മറുപടി കൊണ്ട് ചേച്ചിയോ അല്ലെങ്കിൽ മറ്റൊരാളെയോ ബുദ്ധിമുട്ടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയുന്നത് എൻ്റെ ആശയങ്ങളും എൻ്റെ നിലപാടുകളും എൻ്റെ തോട്ട്സുമാണ്. അത് എൻ്റേത് മാത്രമാണ്. ഞാൻ അങ്ങനെയാണ് സമൂഹത്തിൽ പെരുമാറുന്നത്. ഞാൻ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ ആരെയും അത് എൻഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ തന്നെ പെരുമാറണം, നിങ്ങളൊരു മോശം വ്യക്തിയാണ് എന്ന് പറയുകയോ ചെയ്യാറില്ല. അല്ല, അങ്ങനെ ആരും പറയാറില്ല. എനിക്കിപ്പോൾ പറഞ്ഞു കേട്ടപ്പോൾ ഒരു ബൈബിളിലൊരു വാചകമുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ ഫോളോ ചെയ്യുന്നതുമായിട്ടുള്ള ഒരേ ഒരു വാചകം അതാണ്. ബൈബിൾ വായിച്ചിട്ടൊന്നുമല്ല, നമ്മൾ ഈ ഭിത്തികളിൽ എഴുതി വെക്കത്തില്ല. അപ്പോൾ അത് എഴുതി വെച്ചാൽ നിന്നോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നീ കരുതുന്നോ അതുപോലെ നീ അവരോട് പെരുമാറുക എന്നുള്ളതാണ്. എൻ്റെ ലൈഫിൽ ഞാൻ എന്നത് വായിച്ചു ആ തോട്ട് എന്ന് എൻ്റെ മനസ്സിൽ തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ജീവിതത്തിൽ അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. കാരണം നമ്മൾ ആഗ്രഹിക്കില്ല എന്നോട് മീനാക്ഷി ഇങ്ങനെ പെരുമാറിയ, അപ്പൊ ഞാൻ മീനാക്ഷിയോട് അങ്ങനെ പെരുമാറണം, അപ്പോഴല്ലേ എനിക്കത് തിരിച്ചു തരത്തുള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇപ്പൊ പറഞ്ഞ അച്ഛൻ്റെ കാര്യം പറഞ്ഞു, അച്ഛൻ നന്നായിട്ട് വായിക്കുകയും അറിവുള്ളൊരു വ്യക്തിയും അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക
കാര്യങ്ങളിൽ ഒരു നമുക്കൊരു മോഡലാവും. അതായത് നമ്മൾക്ക് ചെറുതിലെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്നല്ല എല്ലാ കുട്ടികൾക്കും അച്ഛൻ തന്നെയാണ് റോൾ മോഡൽ. എൻ്റെ അത് പറയുമ്പോൾ എൻ്റെ അച്ഛയും അമ്മയും പറയണം കേട്ടോ. കാരണം എൻ്റെ അമ്മ കുറച്ചുകൂടെ എൻ്റെ എല്ലാ വളരെ ഇമോഷണൽ കാര്യങ്ങളിലും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലും അതിലൊക്കെ അച്ഛനെ കഴിഞ്ഞും കൂടുതൽ എന്നെ ഗൈഡ് ചെയ്യുന്ന അമ്മയാണ്. പക്ഷെ എന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സയന്റിഫിക് ടെമ്പറിന്റെ ഒക്കെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അച്ഛനിലേക്ക്. അല്ല, അത് മനസ്സിലാവും. അത് അങ്ങനെയാണല്ലോ. വീട്ടിൽ നമ്മളെ ഇമോഷണലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് എപ്പോഴും ബാക്കപ്പ് ചെയ്യുന്ന അമ്മയാണ്. അതെപ്പോഴും ബാക്കപ്പ് ചെയ്യും. എനിക്ക് പ്രശ്നമാണ്. അതെന്റെ അച്ഛനെ പോലും അതെ. അച്ഛൻ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് മൂഡ് ഓഫ് ചെയ്താലും മൂഡ് ഓഫ് ആയാലും അച്ഛനെ ആകെ ഓക്കെ ആക്കാൻ പറ്റുന്നത് എൻ്റെ അമ്മയ്ക്കാണ്. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ. ഇവരൊരുമിച്ച് അവർ തമ്മിലുള്ള ഒരു ഇഷ്ടവും നമ്മളത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മോഡലും ഉണ്ട്. നമ്മുടെ വിചാരം അങ്ങനെ ആവുകയാണ്. പിന്നെ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇഷ്ടം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നൊരു മോഡൽ അവർ തന്നെയാണ്. ഞാനേ ഒരു ഇന്റർവ്യൂവിനകത്ത് ഇങ്ങനെ മീനാക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൂഡ് സിങ്സ് വരുന്ന കാര്യം പറഞ്ഞു. അപ്പൊ അച്ഛനോട് അത് പറഞ്ഞു, ഈ മൂഡ് സിങ്സ് എനിക്ക് വരുന്ന പീരിയഡ്സിന്റെ സമയമാണ് ചോദിച്ചു. അപ്പൊ അച്ഛൻ അത് അറിയില്ല എന്ന് പറഞ്ഞു. മീൻസ് അവർക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ പ്രായത്തിൽ നമുക്കത് മനസ്സിലാവുകയും നമ്മളത് പേരൻസിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ചെറുതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പീരിയഡ്സ് ആവുന്ന സമയമുണ്ട്, നമ്മുടെ ആദ്യത്തെ പീരിയഡ്സ് ആവുന്ന സമയം, അതുവരെ ഞാൻ അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, നമുക്ക് മുറി ഉണ്ടെങ്കിൽ കൂടി ഇവരുടെ കൂടെ കിടക്കാൻ എനിക്ക് ഇഷ്ടം. അച്ഛൻ എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കിടന്ന് എനിക്ക് പീരിയഡ്സ് ആയപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ വാതിൽ വന്നിങ്ങനെ എന്നെ ഒരു നോട്ടം നോക്കി. അത് ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ എൻ്റെ മൈൻഡിൽ പോയൊരു കാര്യം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം അതുവരെ അച്ഛൻ എൻ്റെ അടുത്ത് ഭയങ്കര പ്രിയപ്പെട്ട ഒരാളല്ലേ, നമ്മളിങ്ങനെ മാറ്റി നിർത്തിയല്ലോ. അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇല്ല അച്ഛൻ്റെ കൂടെ തന്നെ കിടക്കണം എന്ന് പറഞ്ഞു. അതെനിക്ക് അനുവദിച്ച് കിട്ടി. അപ്പം ഞാൻ പറയണത് അന്നത്തെ കാലത്ത് എനിക്ക് എൻ്റെ വീട്ടിൽ ഇത്രപ്പെട്ട സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം മീനാക്ഷിക്ക് അച്ഛനോട് പറഞ്ഞു കൊടുക്കേണ്ടി, അല്ലെങ്കിൽ അച്ഛന് മനസ്സിലായി പെൺകുട്ടികൾ ഇങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ മകളാണെങ്കിലും മൂഡ് സിങ്സ് ഇതൊക്കെ നമ്മളൊരു പുതുതലമുറയ്ക്ക് പേരൻസിനോട് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത് അതൊരു നല്ല പ്രാക്ടീസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം മീനാക്ഷിക്ക് അല്ലാതെ മീനാക്ഷിയുടെ സൗഹൃദത്തിൽ കാണും ഒരുപാട് ആൾക്കാർ. ഇവർക്ക് പക്ഷെ ഇപ്പോഴും അച്ഛനെ കാണുന്ന പേടിയുള്ളവർ ഉണ്ടാവാം. അങ്ങനെയുള്ളവരോട് മീനാക്ഷി അല്ലെങ്കിൽ സൊസൈറ്റിയോട് നമുക്ക് എന്താ പറയണ്ടത്, ഒരു പേരന്റിനോട് നമുക്ക് എന്നാ പറയാനുള്ളത്? എനിക്കെപ്പോഴും ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാവരുടെ അച്ഛനും അമ്മയും ഇങ്ങനെയാണ് എന്നാണ് ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു പ്രായമൊക്കെ കഴിയുമ്പം നമുക്ക് മനസ്സിലാവും, നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, മീനാക്ഷിയുടെ അച്ഛനും അമ്മ ശരിക്കും ഇങ്ങനെയാണോ അത് നിങ്ങൾ അഭിനയിക്കുന്നതാണോ എന്ന് ചോദിക്കും. അപ്പം നമുക്ക് പതുക്കെ മനസ്സിലാവാൻ തുടങ്ങി എല്ലാവരുടെയും വീട് ഇങ്ങനെയല്ല. എല്ലാവരുടെയും വീട്ടിലെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പം ഞാനൊരു +2 ഒക്കെ കഴിയുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന എല്ലാ ആൾക്കാരുടെയും ആവശ്യം പെട്ടെന്ന് +2 കഴിയണം, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകണം, കേരളത്തിന് പുറത്ത് പോയി പഠിക്കണം, വീട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെ ഉള്ളതായിരുന്നു. ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളായിരുന്നു. എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം, എൻ്റെ പുറത്ത് പോകണ്ട എന്നൊക്കെയുള്ള ഇതിന് നേരെ അവരെന്ത് പറഞ്ഞു അതിന് ഓപ്പോസിറ്റുള്ള ആളായിരുന്നു ഞാൻ. കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങളും എൻ്റെ ജീവിത സാഹചര്യങ്ങളും വ്യത്യസ്തമായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാനായിട്ട് കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ വീട് അങ്ങനെ ഒരു വീടായിരുന്നു. ഞാൻ അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിൽ എനിക്കെന്തും പറയാവുന്ന, എനിക്കെന്തും സംസാരിക്കാവുന്ന, എന്നെ ഒരു തികച്ചും ഒരു കുട്ടിയായിട്ട് മാത്രമല്ലാതെ എന്നെ ഒരു വ്യക്തിയായിട്ട് പരിഗണിക്കുന്ന ഒരു കുടുംബത്തിലാണ്, അല്ലെങ്കിൽ ഒരു വീട്ടിലാണ്, ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ വളർന്നത്. അപ്പോൾ എനിക്കതിൻ്റെ പ്രിവിലേജുകളുണ്ട്. അതുകൊണ്ട് ബാക്കി സ്ഥലത്ത് എന്താ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷെ ഈ പറയുന്നത് പോലെ എൻ്റെ അച്ഛനും ഒക്കെ ഒരു അത്ഭുതമാണ്. ഇതെന്നായിരിക്കും ഇപ്പോൾ ചുമ്മാ ദേഷ്യപ്പെടുന്നത്, ഈ സമയമാകുമ്പോൾ മാത്രം ഇത്രയും ദേഷ്യം, ഇത്രയും വിഷമം, ഞാൻ അതിന് മാത്രം വിഷമിക്കാൻ മാത്രം കൊച്ചിനെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ളത്. ഇവരെയും നമ്മൾ വെറുതെ ബുദ്ധിമുട്ടിക്കും. ഇവർ കാര്യം അറിയാതെയാണ് കൂടെ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നതൊക്കെ ഇപ്പം നമ്മൾ വളരെ തമാശയായിട്ടൊക്കെ ചില സ്ഥലങ്ങളിൽ പറഞ്ഞു കാണാറുണ്ട്. ഇപ്പം പല സംസാരങ്ങളിലൊക്കെ എന്ത് പറഞ്ഞാലും മൂഡ് സ്വിങ്സ് ആണെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന്. പക്ഷെ അതൊരു തമാശ മാത്രമല്ല, അതൊരു ഹോർമോണൽ ചേഞ്ച് ആണെന്നും ഇപ്പം നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ നമുക്ക് മൂഡ് സ്വിങ്സ് ഉള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹോർമോണിൽ അങ്ങനെ ഒരു ഇംബാലൻസ് ഉള്ള ഒരു സമയത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മന്തിൽ ചില സമയങ്ങളിൽ നമ്മൾ വളരെ വീക്കായിട്ട് പെൺകുട്ടികൾക്ക് തന്നെ ഫീൽ ചെയ്യും, ചില സമയത്ത് നമ്മൾ ഭയങ്കര ഹൈപ്പറായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഇതൊക്കെ നമ്മുടെ മെൻസ്ട്രൽ സർക്കിളിൽ ഉണ്ടാവുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇതെല്ലാവരും മനസ്സിലാക്കിയിരുന്ന എല്ലാവർക്കും ഇത് ഒരേപോലെ ഓക്കെ, അല്ലെ നമ്മൾ അവരെയും ബുദ്ധിമുട്ടിക്കുകയാണ്. അവരെന്തെങ്കിലും പറഞ്ഞു പോയതുകൊണ്ട് അയ്യോ ഞാൻ എൻ്റെ കൊച്ചിനെ ഒത്തിരി വിഷമിപ്പിച്ചോ എന്ന് എൻ്റെ അച്ഛനും തോന്നാൻ പാടില്ലല്ലോ. അപ്പോൾ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ അതങ്ങ് തീർന്നു പോകും, ഞാൻ പിന്നെയും മാറും, ഇത് പിന്നെയും മാറിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നതും അവരത് അക്സെപ്റ്റ് ചെയ്യുന്നതും നമ്മുടെ
പുതിയ കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസവും കൂടെ ആയിരിക്കാം. അല്ല, ഇപ്പൊ ഒരുപാട് റീൽസിലാണെങ്കിലും ഇത് പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫോ കാമുകനോ കാമുകിയോ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവരിങ്ങനെ മൂഡ് സ്വിങ്സ് ആന്ന് പറയുമ്പോൾ തന്നെ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ ചോക്ലേറ്റ്സ് കൊണ്ടുവരുന്നു, ടെഡിവെയർ കൊണ്ടുവരുന്നു. അതായത് പീരീഡ്സ് എടുക്കാറാകുമ്പോൾ തന്നെ അവരാണ് ഇപ്പൊ കലണ്ടറിൽ സേവ് ചെയ്തേക്കുന്നത്, അവരുടെ ഫോൺ കലണ്ടറിൽ സേവ് ചെയ്തേക്കും, സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. കാരണം ആ സമയത്ത് അടുക്കാൻ പറ്റത്തില്ല. അതായത് ഒരു കരുതൽ ഈ രീതിയിലും ഇപ്പോൾ നടക്കുന്നുണ്ട്. അതെ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിലും അനിയനാണെങ്കിലും എൻ്റെ സുഹൃത്താണെങ്കിലും ഒക്കെ അവർക്ക് ഒരു ആൺകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം അവർക്ക് മുന്നേ അനുഭവമില്ലാത്ത, അവർക്കറിയാത്ത, എന്നാൽ അവർക്ക് ഈ കുട്ടി വലിയ വേദന അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് അവർ സ്വന്തം മനസ്സിലാക്കി അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് അവർ മാറാൻ തയ്യാറാവുകയാണ്, അല്ലെങ്കിൽ അവർ അവരുടെ പല റുട്ടീനുകളും മാറ്റാൻ തയ്യാറാവുകയാണ്. അത് വലിയൊരു കാര്യമല്ലേ നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്ക് വേണ്ടി അവരുടെ റുട്ടീനുകൾ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങുക, മാറ്റി പെരുമാറാൻ തുടങ്ങുക എന്നൊക്കെ പറയുന്നത് അവർക്ക് നമ്മളോടുള്ള ഒരു അടുപ്പവും ഇഷ്ടക്കൂടുതലും ഒക്കെ കൊണ്ടാണ്. അതിപ്പോൾ ആരും ആയിക്കോട്ടെ, അച്ഛനോ അനിയനോ ആരാണെങ്കിലും. എൻ്റെ അച്ഛനും അനിയനും ഒക്കെ എന്നോട് അങ്ങനെ വളരെ കരുതലോടെ പെരുമാറുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്. ഞാനത് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്, ഞാനത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ്. ഈ ഫേസ്ബുക്കിൽ തന്നെ ഈ വൾഗർ ജോക്കുകളുണ്ട്. അതായത് ഈ ഇൻസ്റ്റയിലൊക്കെ വൾഗർ ജോക്ക് എന്നല്ല, ഇപ്പം നമ്മൾ ഈ എന്താ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടി അവളിങ്ങനെ നടന്നു പോകുമ്പോൾ ഭർത്താവ് ചോദിക്കുന്നത് നീ എവിടെ പോകുന്നു, അപ്പോൾ പറയും ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രസ്സുണ്ട്, നീ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണോ പോകുന്നത്. അതായത് ഡ്രസ്സിൽ വരെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു സീൻ കാണിക്കുന്നത് ഈ പെണ്ണ് ആരെന്നെ വിളിച്ചിട്ട് പറയും ഞാനിപ്പോൾ വരുന്നില്ല, അതായത് 7 മാസം ഗർഭിണിയാണ്. അതായത് ഇവൾക്ക് പകരം വീട്ടിൽ ഇത് അത് കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്തിട്ടാണെന്ന്. ഇത്തരം സ്ത്രീവിരുദ്ധത, ഇതൊരു സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു കണ്ടന്റാണ്. ഇത്തരം സ്ത്രീവിരുദ്ധത വരുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മീനാക്ഷിയുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള കണ്ടന്റുകൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ആയിട്ട് പരിചയപ്പെട്ടാൽ, നമുക്കൊരു സ്ത്രീവിരുദ്ധതയാണ് ഇയാൾ പറയുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് നമ്മൾ എന്തായിരിക്കും പ്രതികരിക്കുന്നത്? കണ്ടന്റുകളിൽ മാത്രമല്ല, പറഞ്ഞ റീല് ഞാൻ കണ്ടിരുന്നില്ല. റീലിന്റെ മാത്രമല്ല, ഒരു സ്ത്രീ വിരുദ്ധത പറയുന്ന ഒരാൾ നമ്മുടെ മുന്നിൽ പെട്ടാൽ, അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീ വിരുദ്ധത ആവണമെന്നില്ല യഥാർത്ഥത്തിലുള്ള. ഇപ്പം അവരത് സ്ത്രീ വിരുദ്ധതയ്ക്ക് പണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പം നമ്മൾ ബോഡി ഷേമിങ്ങിൻ്റെ കാര്യം തന്നെ എടുക്കാം. എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും പറയും ഞാൻ മെലിഞ്ഞിരിക്കുന്ന ഒരാളാണ്, എൻ്റെ ശരീരപ്രകൃതം മെലിഞ്ഞിരിക്കുന്നതാണ്, ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്. അപ്പം എൻ്റെ അടുത്ത് വന്ന് പറയാണ് നീ ഇത് വല്ല കുറച്ചുകൂടെയൊക്കെ കഴിക്കണം, കുറച്ചുകൂടെയൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കണം. അത് അവർക്ക് എന്നോടുള്ളൊരു കരുതലാണ്, അല്ലേ? എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നോടുള്ളൊരു കരുതൽ കൊണ്ട് അവർ സംസാരിക്കുന്നു. പക്ഷേ അതുപോലെയല്ല ആരെങ്കിലും നമ്മളുടെ അടുത്ത് വന്നിട്ട് അയ്യോ മെലിഞ്ഞുണങ്ങിപ്പോയാലും ഒരു ഭംഗിയില്ല കാണാനായിട്ട്, കോലം കെട്ടുപോയി എന്ന് പറയുന്നത് ഒരു ബോഡി ഷേമിംഗ് ആണ്. ഇത് രണ്ടും ബോഡി ഷേമിംഗ് ആണ്, പക്ഷെ ഒന്നൊരു കരുതലും. രണ്ടും കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2 തരത്തിലാണ്. പിന്നെ ഇപ്പം പറഞ്ഞ പോലത്തെ സ്ത്രീ വിരുദ്ധത എന്ന് ഇപ്പം പറഞ്ഞ കണ്ടന്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അവരത് ഉദ്ദേശിച്ച് തന്നെയാണോ ചെയ്തത്, അവരത് കുറച്ച് ഫണ്ണി ആയിട്ടായിരിക്കും ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഉറപ്പായിട്ടും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയുന്നത് നമ്മളൊരു പേരൻറ്റിങ്ങിന് വേണ്ടി റെഡി ആവുന്നൊരു സമയമാണ്. അല്ലെങ്കിൽ നമ്മൾ 2 ആളുകൾ ചേർന്ന് ഒരു കുട്ടിയെ വളർത്താനും ആ കുട്ടിക്ക് വേണ്ട ഒരു 18 വയസ്സ് വരെ നമ്മൾ ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെയുള്ളൊരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു സമയമാണത്. അപ്പോൾ മേ ബി അവരതിനെ ഒന്നും അപമാനിച്ചതായിരിക്കില്ല, ചിലപ്പോൾ അവർ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി ഇട്ട കണ്ടന്റ് ആയിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവരെയും ഓരോ റീലുകളും ഓരോ കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം ജോക്കുകൾ നമ്മൾ ഇടുന്ന സമയത്ത് ഇത് അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ ഇതൊരു ജോക്കാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇതൊരു തമാശയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത് ഒരു തമാശയാണ് എന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. അത് മേ ബി അവർ മനസ്സിലാക്കുമായിരിക്കാം, അവരത് തിരിച്ചറിയുമായിരിക്കാം. ഒരു ചാൻസ് എപ്പോഴും നമുക്ക് കൊടുക്കാവുന്നതാണ്, അല്ലേ? അല്ല, ഞാൻ ചോദിച്ചത് അത് ഓക്കെ, ഇപ്പം പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. പക്ഷെ ഞാൻ ചോദിച്ചാൽ അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ മുന്നിൽ വരികയും നമ്മൾ അങ്ങനെ ഒരെണ്ണം കണ്ടെങ്കിൽ ഒരു സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു വർത്താനം, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോരുന്ന വഴിക്ക് ആൾ എന്തെങ്കിലും പറഞ്ഞാൽ മീനാക്ഷി അതിനെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? എനിക്ക് എതിർപ്പാണെങ്കിൽ ഞാൻ എതിർപ്പ് പ്രകടിപ്പിക്കും എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പം എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലേ ഞാൻ തിരിച്ചെന്ത് പറയും എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ആരെങ്കിലും എൻ്റെ അടുത്ത് ഞാനുമായിട്ട് ചേർന്ന് നിൽക്കാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളോ സംസാരിച്ചാൽ ഞാൻ അപ്പോൾ തന്നെ പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ തന്നെ അവരെ അടിക്കും, അപ്പോൾ തന്നെ ഞാൻ അവരെ ചീത്ത വിളിക്കും, അതൊന്നുമല്ല. ഞാൻ വളരെ സഭ്യമായ ഭാഷയിൽ
എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ നിങ്ങളോട് യോജിക്കുന്നില്ലെങ്കിൽ യോജിക്കുന്നില്ല, എനിക്കിതേ അഭിപ്രായമല്ല കേട്ടോ എന്ന് പറയുന്ന ആളാണ് ഞാൻ. അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ. അല്ല, നമുക്ക് പലപ്പോഴും അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടുള്ളൊരു സിറ്റുവേഷനാണ്. നമുക്കത് പെട്ടെന്ന് ദേഷ്യം വരിക. ഇപ്പം പറഞ്ഞ പോലെ തന്നെ വെറുതെ ആൾക്കാർ വന്നിട്ട് ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ മീനാക്ഷി മെലിഞ്ഞിരിക്കുന്നു, ഞാൻ തടിച്ചിരിക്കുന്നു, എന്നെ തടിച്ചിരിക്കുന്നതിന് ഞാൻ മെലിഞ്ഞ ആളാണ്, ഞാൻ തടിച്ചതാണ്. അപ്പോഴത്തേക്കും പറഞ്ഞാൽ ഭയങ്കര തടിയാണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു ചെറിയൊരു വിഷമം ഉണ്ട്, തടിയുള്ളതുകൊണ്ട്. കൂടി ഇവരുടെ തീയും കൂടെ ആകുമ്പോൾ തീർന്നു. അന്നത്തെ ദിവസം ഈ പറഞ്ഞ മൂഡ് സ്വിങ്സിനെല്ലാം അതൊരു ബേസിക് കാരണമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കും. പിന്നെ നമ്മൾക്ക് വരുന്നതൊക്കെ നെഗറ്റീവാണ്. പണി തീർന്നു, അന്നത്തെ ദിവസത്തെ പണി തീർന്നു. അപ്പം അത് ബേസിക്കലി നമ്മളും കൂടെ അതിന് ഓക്കെ ആയിട്ടിരിക്കണം. ഇപ്പം നമ്മൾ വളരെ സയന്റിഫിക് ടെമ്പറിന്റെ ഒക്കെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഹെൽത്തി ആണോ അല്ലയോ എന്ന് മാത്രം ചിന്തിക്കുക. ഇപ്പോൾ ചേച്ചിക്ക് മെലിഞ്ഞ ആളാണെന്ന് പറഞ്ഞു, വണ്ണം വെച്ചു എന്ന് പറയുന്നു, ചേച്ചിക്ക് ഹോർമോണൽ ചേഞ്ച് കൊണ്ടായിരിക്കാം വണ്ണം വെച്ചത്, അല്ലെങ്കിൽ കുറച്ച് ദിവസം ഓവർ ഈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും വണ്ണം വെച്ചത്, കുറച്ച് ദിവസം കുറച്ച് ഫാറ്റി ആയിട്ടുള്ള ഫുഡുകൾ മാത്രം കഴിച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ ചേച്ചിയുടെ പേഴ്സണൽ കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ ഹാപ്പി ആയിട്ടിരുന്നാലും മതി കുറച്ച് വണ്ണം വെക്കാനായിട്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ എന്ത് കാരണം കൊണ്ടാണ് ചേച്ചി വണ്ണം വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ ചേച്ചിയുടെ കൺസേൺ ഞാൻ ഹെൽത്തി ആണോ എന്നത് മാത്രമായിരിക്കണം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഹെൽത്തി ആണോ ആണോ അല്ലയോ എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ വേറെ ആരെന്ത് പറഞ്ഞാലും എന്നെ ട്രിഗർ ചെയ്യാൻ പറ്റില്ല. എനിക്കത് 100% ഉറപ്പാണ്. ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ പൊക്കത്തിനനുസരിച്ച് ബോഡി വെയിറ്റ് ഉള്ള ഒരു ക്ഷീണങ്ങളും ഇല്ലാത്ത, അനീമിക് അല്ലാത്ത ഒരാളാണ് ഞാൻ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ മെഡിക്കലി അതാണ് എൻ്റെ വശം എന്നുണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ ട്രിഗർ ആവില്ല. നമ്മൾ ട്രിഗർ ആവുന്നത് നമുക്ക് ആ കാര്യത്തിൽ ഡൗട്ട് ഉള്ളത് കൊണ്ടാണ്. ചേച്ചിക്ക് ഞാൻ വണ്ണം വെച്ചിരിക്കുന്നത് ഒരു മോശമാണോ, എന്നെ കാണാൻ അത്ര ഞാൻ വണ്ണം വെച്ചിരിക്കുന്നത് കൊണ്ട് കൊള്ളില്ലേ എന്ന് ചേച്ചിക്ക് മേ ബി തോന്നുന്നത് കൊണ്ടാണ് ഇത്ര ട്രിഗർ ആവേണ്ടി വരുന്നത്. ആദ്യം നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അങ്ങനെ ആവരുത് കേട്ടോ. നല്ല മറുപടിയായിരുന്നു. അത് സീരിയസ്ലി നല്ല മറുപടിയായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ അപ്പം നമ്മൾ പറയും അത് എന്നിട്ടാ, പിന്നെ നമ്മൾ അങ്ങോട്ട് മാറി നിന്നിട്ട് കുറയ്ക്കണോ. ഞാൻ പലപ്പോഴും കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നറിയോ, തിന്നോണ്ടിരിക്കുമ്പോഴാലോചിക്കുന്നത് വണ്ണം കുറയ്ക്കണോ എന്നുള്ളത്. അപ്പൊ ഞാൻ തന്നെ ആലോചിക്കുന്നത് തിന്നോണ്ടാണല്ലോ കുറയ്ക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് എന്ത് പ്രശ്നം വന്നെന്ന് പറഞ്ഞാലും വിത്തിൻ സെക്കൻഡ്, അത് പ്രശ്നമായിരിക്കാം, തല അടിച്ചു വിളിക്കുന്ന പ്രശ്നമായിരിക്കാം, പക്ഷെ 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു പാട്ട് കേട്ടാൽ, അതും ഭയങ്കര അടിച്ചുപൊളി പാട്ട് കേട്ടാൽ ഞാൻ ഭയങ്കര ഹാപ്പിനെസ് ആണ്. എനിക്കതിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. ഇപ്പം മീനാക്ഷി എന്ന് പറഞ്ഞ പോലെ മീനാക്ഷി ഇപ്പോൾ ഒരു സ്റ്റേബിളാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്നതൊക്കെ എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. വൺസ് എന്നെ വയലിൽ എന്തെങ്കിലും ഒരു ട്രിഗർ ചെയ്യുക, അത് മൂഡ് സ്വിങ്സ് അല്ലാത്ത, ഇപ്പോൾ പീരിയഡ്സിൻ്റെ അല്ലാത്ത എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഡിസ്റ്റർബ് ആവുകയോ ചെയ്താൽ എങ്ങനെയാണ് മീനാക്ഷി അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ലൈക്ക് പാട്ടാണോ, അതോ ട്രാവലിംഗ് ആണോ, അതോ വായനയാണോ, അല്ലെങ്കിൽ ഒന്നും വേണ്ട ഫാമിലിയാണോ? ഞാനങ്ങനെ എനിക്ക് വേറൊരു കാര്യത്തിനെ ചൊല്ലി ഞാൻ ഒരിക്കലും എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നം ഉണ്ടായാൽ തന്നെ ഞാനിപ്പം വ്യക്തികളുടെ ഇടയിലുള്ള പ്രശ്നം, ഇപ്പം ഞാനും ചേച്ചിയും വളരെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ നമ്മൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ ഇത്രയും നാളായിട്ട് 20 വർഷമായിട്ടും ഞാൻ ഒരുപാട് വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ വഴക്കുകളൊന്നും ഒരു ദിവസത്തിന് മേളിലോട്ട് നിന്നിട്ടില്ല. ആ ഒരു ദിവസത്തിന് മേളിൽ നിന്ന വഴക്കുകളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇതില്ല. ആ ആൾക്കാരൊന്നും എൻ്റെ ലൈഫിൽ ഇന്ന് ഉണ്ടാവണം എന്നില്ല. അപ്പം എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ കാര്യങ്ങളോട് എൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിൽ ആ വഴക്ക് തീരും, എനിക്കത് ഉറപ്പാണ്. പക്ഷേ വേറെ കാര്യങ്ങളൊന്നും എന്നെ ബോധേഡാക്കാറില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതോ അങ്ങനെയൊന്നും, ഞാൻ അവരെ കൺസേൺ ചെയ്യുന്ന ആളാണ്. അവരുടെ അവസ്ഥയെ പറ്റി ഞാൻ ചിന്തിക്കാറുണ്ട്. അവരെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. എന്ത് കാര്യത്തിനും മറുപുറം എന്നുള്ളൊരു സാധനം ചിന്തിച്ചിട്ടാണ് മറുപടി അങ്ങനെ ചിന്തിക്കാറുണ്ട്. പിന്നെ അത് നന്നായി പറഞ്ഞു കേട്ടോ. ഈ പറയുന്നത് പോലെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല അർത്ഥത്തിൽ സംസാരിച്ച ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ആർക്കും എന്നെ അങ്ങനെ വിഷമിപ്പിക്കാൻ പറ്റും, പുറത്തുനിന്ന് ഒരാൾക്കും എന്നെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ, എൻ്റെ പിണക്കങ്ങൾ ഒരു ദിവസത്തിൽ കൂടുന്ന ഒരു ബന്ധങ്ങളും എൻ്റെ ജീവിതത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അപ്പോഴും എനിക്കൊരു ഡൗട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ മറ്റൊരാളുടെ കാര്യം കൺസേൺ ചെയ്യുന്നുണ്ടെന്ന്. ഈ കൺസേൺ ചെയ്യുമ്പോൾ ഇപ്പം സിമ്പിളായിട്ടുണ്ട്, നമ്മൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. ഞാൻ ഇച്ചിരി ഇച്ചിരി ഈഗോസ്റ്റിക് ആണെന്ന് വിചാരിക്കുക. മീനാക്ഷി സിമ്പിളാണ്. മീനാക്ഷി ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടായി, ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഈഗോ പിടിച്ചിരിക്കുന്നു, സോറി പറയുന്നു, ഞാൻ മിണ്ടുന്നില്ല. പിറ്റേ ദിവസം കഴിയുന്നു, ഞാൻ മിണ്ടുന്നില്ല. അങ്ങനെ ഒരു വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ പോലും നമ്മൾ എങ്ങനെയാണ് അവരെ ഒന്ന് ഹാൻഡിൽ ചെയ്യേണ്ടത്? ഞാൻ അവരുടെ അടുത്ത് വളരെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വന്നപ്പോഴും ഈ പറഞ്ഞ കൈൻഡ് ഓഫ് ആൾക്കാരല്ല കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി നിന്നു എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ വളരെ പ്രിയപ്പെട്ട ആൾക്കാരായിട്ട് കാണുകയും ഞാൻ അവരെ എൻ്റെ ആരൊക്കെയോ ആണ്, ഇത് എൻ്റെയാണ്, എൻ്റെ മാത്രമാണ് ഇവർ, അങ്ങനെ വിചാരിച്ച ഫ്രണ്ട്ഷിപ്പുകളും അത് പെൺകുട്ടികളായിരിക്കും എപ്പോഴും. എനിക്ക് ഒരു ചേച്ചി ഫീലിലൊക്കെ ഞാൻ കാണുന്ന, അല്ലെങ്കിൽ ഒരു ചേച്ചിയോ ചേട്ടനോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്ന ആൾക്കാർ, ഇവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരെൻ്റെ ജീവിതത്തിൽ എപ്പോഴും എൻ്റെ അമ്മയും അച്ഛയൊക്കെ പോലെ എപ്പോഴും എൻ്റെ കൂടെ കാണും എന്ന് ഞാൻ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പം നമ്മളെ വലിയ ആവശ്യമില്ലാത്തൊരു
സാഹചര്യത്തിൽ അവർ പെട്ടെന്ന് മാറിപ്പോകും. അവർക്കത് വലിയ കൺസേൺ ആയിരിക്കില്ല. ഞാനാണ് ആവശ്യമില്ലാതെ അവരിലേക്ക് അടുക്കാൻ നോക്കുന്നതും അവരടുത്ത് പുറകെ നടക്കുന്നതും ഒക്കെ ഞാനായിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരാളെയും കൂടെ നമ്മൾ അതിനു വേണ്ടി ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഇപ്പം നിങ്ങൾക്ക് എന്നോട് മിണ്ടാൻ അത്ര താല്പര്യമില്ലെങ്കിൽ ഞാനും അതേ താല്പര്യം തന്നെ കാണിച്ചാൽ മതി. ഞാൻ ഓവറായിട്ട് ഈ ബന്ധം പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നു, പിന്നീടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. രണ്ട് മനുഷ്യന്മാർ തമ്മിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയാൽ അതും കഴിഞ്ഞോളൂ. നമ്മൾ അടുത്ത് നിൽക്കേണ്ട ആൾക്കാരാണോ അതോ കുറച്ച് മാറി നിൽക്കുന്നതാണോ നല്ലത് എന്ന് നമുക്കപ്പോൾ മനസ്സിലാവും. ഇപ്പം ഒരു കുറച്ച് ഈ പറഞ്ഞ ഒരു ഈഗോയുടെ ഇഷ്യൂ ആണെങ്കിൽ പോലും ചേച്ചിക്ക് വളരെ ഈഗോ ഉള്ള ആളാണെങ്കിലും ചേച്ചി എനിക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ ഞാൻ പുറകെ വരും. എനിക്ക് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. അത് ഈഗോയുടെ പ്രശ്നമല്ല, അതൊരു രണ്ടാൾക്കാർ തമ്മിലുള്ളൊരു മെൻ്റൽ കണക്ഷൻ്റെ പ്രശ്നമാണ്. ഞാൻ നിങ്ങളോട് എങ്ങനെയായിരുന്നു, നിങ്ങൾ എന്നോട് തിരിച്ചെങ്ങനെയായിരുന്നു, എൻ്റെ ഏതൊക്കെ സാഹചര്യത്തിൽ നിങ്ങൾ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, ഞാനതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഞാൻ ഒരുപാട് എൻ്റെ മനസ്സിൽ വളരെ അടുത്ത് ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നതിൻ്റെ എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നതിൻ്റെ ബാക്കി പത്രമാണ് ഞാൻ ചേച്ചിയുടെ അടുത്ത് എപ്പോഴും വരുന്നതും ഞാൻ മിണ്ടാൻ ശ്രമിക്കുന്നതും ഒക്കെ. അത് ഒരു ഈഗോയുടെ പ്രശ്നമല്ല. അങ്ങനെ അല്ലാത്ത ഈഗോ ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവക്കത്ര നല്ലത് വരണ്ട, എനിക്ക് കുറച്ച് നല്ലത് വേണം എന്ന് ചിന്തിക്കുന്ന ഈഗോ അല്ല ഇവിടെ ഞാൻ പറഞ്ഞത്. ഇപ്പം രണ്ടുപേരും വഴക്കുണ്ടാക്കി ആദ്യം വന്ന് ഇങ്ങോട്ട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനൊന്നും ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് പറ്റിയെന്ന് വരില്ല. മീനാക്ഷി അതൊരു ഇന്റർവ്യൂവിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളുടെ ടൈമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പണം നമുക്ക് പിന്നെയും വരും പോവുകയാണ് ഉണ്ടാക്കാം, ടൈം തിരിച്ചു പിടിക്കാൻ പറ്റില്ല. നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഒരു പോയിന്റിൽ അവർ വേണ്ടാന്ന് വെക്കുന്ന ഒരു സീനിൽ, വേണ്ടാന്ന് വെക്കുക മീൻസ് സാഹചര്യമായിരിക്കാം, മീനാക്ഷി പറഞ്ഞാൽ അവരുടെ സാഹചര്യമായിരിക്കും, നമ്മളത് അനലൈസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോഴും നമ്മൾ ക്ഷമിക്കാൻ, എന്തെങ്കിലും തിരിച്ചു വന്നാൽ നമ്മൾ സ്വീകരിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റും കൂടി ഇട്ടിട്ടല്ലേ ഈ പോകുന്നത്? അല്ല പോയി കട്ട് ചെയ്തു. അല്ല, അങ്ങനെ അത്തരം കോംപ്ലക്സ് ആയിട്ടുള്ള ബന്ധങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പറഞ്ഞതുപോലെ ചിലപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കും ഇത്ര ഞാനങ്ങനെ ഇവരില്ലാതെ എനിക്ക് പറ്റില്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ അടുത്ത് കണ്ട സുഹൃത്തുക്കളുണ്ടായിരുന്നു എനിക്ക്. ഞാൻ വളരെ അടുത്ത് വിചാരിച്ചിരുന്ന, എനിക്കങ്ങനെ ഒരുപാട് കൂട്ടുകാർ കുറവാണ്. കാരണം ഈ പറഞ്ഞ പോലെ റെഗുലർ സ്കൂളിൽ പോക്കും അങ്ങനെ ഈ സ്കൂളൊക്കെ ആണല്ലോ ഒരു മേജർ പിയർ ഗ്രൂപ്പൊക്കെ നമുക്ക് അവിടെ നിന്നാണ്. ഏകദേശമൊക്കെ എല്ലാ പിയർ ഗ്രൂപ്പുകളും അവിടെ നിന്നല്ല, പക്ഷേ ഏകദേശമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പോകാത്തതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് അത്ര സുഹൃത്തുക്കളൊന്നുമില്ല. പക്ഷേ ഇനി പുറത്തുനിന്ന് കിട്ടുന്ന ഒരു കുഞ്ഞ് ഫ്രണ്ട്ഷിപ്പ് പോലും എനിക്ക് വലിയ കാര്യമായിരുന്നു. ശ്രേയ വലിയ ഫ്രണ്ടാണല്ലേ? അവൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അവളെപ്പോഴും ഞങ്ങൾ ഒരേ സമയം ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാർ. അവരെ പറ്റിയൊന്നുമല്ല. ഞാൻ പെട്ടെന്ന് അതെ 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 ഇവരാരും അല്ലാതെ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ചില ഫ്രണ്ട്ഷിപ്പുകളുണ്ട്. ഈ പറയുന്ന പോലെ ഞാൻ എൻ്റെ സമയം ഇൻവെസ്റ്റ് ചെയ്ത്, ഞാൻ എൻ്റെ ചിന്തകൾ ഇൻവെസ്റ്റ് ചെയ്ത്, എൻ്റെ സംസാരം ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ കൊണ്ടുപോയ ഒരു കണക്ഷൻ ഉള്ള ആൾക്കാരുണ്ട്. അവർ പെട്ടെന്ന് അവിടെ നിന്ന് മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളങ്ങനെ നമ്മുടെ ടൈം വേസ്റ്റായി, അത് ശരിയാണ്. പക്ഷേ അവരുടെ ചിന്തകളിലും കൂടെ നമ്മൾ വാല്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ രണ്ടുപേരും ഇനി ഇതേ വേവ് ലെങ്ത്തിൽ മുന്നോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം അവരെ അവരുടെ വഴിക്ക് വിടുക എന്നുള്ളതേ ഉള്ളൂ. അവരിനിയിപ്പം തിരിച്ചു വന്നാലും എനിക്കതിനോട് താല്പര്യമൊന്നുമില്ല. കാരണം ഒരിക്കൽ നമ്മൾ മാക്സിമം ഇപ്പോൾ കൂട്ടുകാരാണെങ്കിൽ തന്നെ നമ്മൾ മാക്സിമം കൂട്ടുകൂടാൻ ശ്രമിച്ചല്ലോ, പിന്നീടും ആ കൂട്ട് പിന്നെയും ഉണ്ടാക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചു. അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് മിണ്ടിയാലും ഒന്നും പഴയ ഒരു ബന്ധമൊന്നും തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഞാൻ പിന്നെയും പറയണം, എനിക്ക് അത്ര പേഴ്സണൽ ആയിട്ടുള്ള കണക്ഷൻസ് ഒന്നും വിട്ടുപോയിട്ടില്ല. എൻ്റെ വളരെ ചെറുപ്പം തൊട്ടുള്ള മീനാക്ഷിയുടെ കണക്ഷൻസ് മാത്രമല്ല, നമ്മളൊരു പൊതുവേ ഇങ്ങനെ ഒരുപാട് ഈ സെയിം സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഇത് നമ്മുടെ ഇത് കാണുമ്പോൾ അവരെന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നവരായിരിക്കാം. അയ്യോ, അങ്ങനെ ഞാൻ പറയുന്നത് എടുക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ഇത് എൻ്റെ മാത്രം കാര്യമാണ്. എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട്, ആ സ്വഭാവം കൊള്ളത്തില്ല, എനിക്കിഷ്ടമല്ലാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. ഞാനങ്ങനെ എപ്പോഴും ചിരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഇഷ്ടമുള്ളവരോടാണ്. എനിക്ക് ഇഷ്ടമില്ലാത്തവരോട് അങ്ങനെ നിൽക്കാറില്ല. എനിക്ക് താല്പര്യമില്ലാത്ത ആൾക്കാർ വിരലിലുണ്ടാവുന്ന ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അവരോട് ഞാൻ അങ്ങനെ തന്നെ നിൽക്കും. എനിക്ക് അങ്ങനെ ഫേക്ക് ചെയ്ത് നിൽക്കാറൊന്നുമില്ല ഞാൻ ആരോടും. അപ്പോൾ എൻ്റെ അമ്മ പറയും, അത് ചീത്തയാ, എന്തിനാ അങ്ങനെ ചീത്ത കൊച്ചുങ്ങളെ പോലെ നിൽക്കുന്നത്, നമ്മുടെ വീട്ടിലോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം. പക്ഷേ എനിക്കത് പറ്റാറില്ല പലപ്പോഴും. അതെൻ്റെ ചിലപ്പോൾ ഒരു മോശ സ്വഭാവമായിരിക്കാം, ചിലപ്പോൾ ഒരു നല്ല ട്രീറ്റ് ആയിരിക്കാം. പക്ഷേ എനിക്കറിയില്ല, എനിക്കിഷ്ടമുള്ള എനിക്ക് താല്പര്യമുള്ള ആൾക്കാരോട് മാത്രമേ ഞാൻ ഫേക്ക് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. ഫേക്ക് ആയിട്ടിരിക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല, ഞാനതിന് ഇരിക്കാൻ പറ്റുമായിരിക്കും. വേണമെന്ന് വെച്ചാൽ എനിക്ക് അവരോട് ചിരിച്ചൊക്കെ ഇരിക്കാൻ പറ്റും. ഫേക്ക് ആയിട്ടൊക്കെ ഇരിക്കാൻ സിമ്പിളായിട്ട് പറ്റും. പക്ഷെ ഞാൻ അത് ചെയ്യില്ല.
എനിക്കതിന് താല്പര്യമില്ല. ഓക്കെ. പ്രൈവറ്റ് പടത്തിനകത്ത് ഇതുപോലെ തന്നെ ഒരു സീനുണ്ട്. അതായത് ലാസ്റ്റ് ഇന്ദ്രൻ സേടൻ പോകുമ്പോൾ നമ്മളും വിചാരിക്കും നിങ്ങൾ നാളെ കണക്റ്റഡ് ആവുമോ, നിങ്ങൾ തമ്മിൽ മിണ്ടുവോ, നമുക്കൊരു ഫീലിംഗ് ഉണ്ട് ശരി പൊക്കോ എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അതായത് നമുക്കത് പടം കണ്ടിറങ്ങി പോരുമ്പോൾ പോലും നിങ്ങൾ രണ്ടുപേരും ഉള്ളിലുണ്ട്, നമുക്കതൊരു ഫീലാണത്. അവർ മിണ്ടുമായിരിക്കും അല്ലേ. നമ്മൾ കഥ കഴിഞ്ഞിറങ്ങിയാലും നമ്മളൊരു എനിക്ക് തോന്നുന്നു ഏകദേശം 10-15 മിനിറ്റോളം നമ്മളും ഈ കഥയുടെ ഏത് സിനിമയാണെങ്കിലും നമ്മൾ ആ കഥാപരിസരത്ത് നിൽക്കും. അപ്പം ഞാൻ എന്താ പിന്നെ അവർ വിളിക്കുമായിരിക്കും അല്ലേ, പിന്നെ ആ ബുക്ക് ഇറങ്ങുമായിരിക്കും അല്ലേ. അയാൾ പറയുന്നുണ്ടല്ലോ ലാസ്റ്റ് നമുക്ക് കാണാൻ കേട്ടോ അക്ഷിത എന്ന് പറയുന്നുണ്ടല്ലോ. അതെനിക്ക് ഭയങ്കരമായിട്ടും ഫീൽ ചെയ്തൊരു സാധനം. നമ്മൾ അത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ എന്ന് പറയുന്ന കുറച്ച് പാടുള്ള കാര്യങ്ങൾ ഇതൊക്കെ. നമുക്ക് ഡയലോഗിലാണെങ്കിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം, പക്ഷേ ഈ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് കുറച്ച് പാടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇപ്പം അതിനകത്ത് തന്നെ പറയുന്നുണ്ട് കുറേ ടേക്ക് എടുത്തിട്ടാണ് അതിൽ ഏതാ ഉപയോഗിച്ചതെന്ന് പോലും അറിയത്തില്ലെന്ന് പറയുന്നുണ്ട്. ഈ ഒരു പടം കണ്ടിറങ്ങിയതിന് ശേഷം, പടം മീനാക്ഷി കണ്ടല്ലോ, മീനാക്ഷി കണ്ടിറങ്ങിയതിന് ശേഷം എന്താകുമെന്നൊരു ഒരു ക്യൂരിയോസിറ്റി മീനാക്ഷിക്ക് ഉണ്ടായിരുന്നു. ഈ പടം അവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ നമ്മുടെ മനസ്സിൽ. ഇത് ഇപ്പോൾ പറഞ്ഞത് പ്രൈവറ്റിൻ്റെ ഏറ്റവും വലിയ വിജയമാണ്. കാരണം ഒരു പ്രേക്ഷകൻ ഇത് കണ്ടതിന് ശേഷം കുറച്ച് നേരം അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആ സിനിമയുടെ വിജയമാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സിനിമയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അതിന് പറ്റില്ല. അതെന്തായിരിക്കും അങ്ങനെ ഒരു ചെറിയ എന്നെയൊക്കെ ഒരു വളരെ ചെറിയ കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് പോലും ഇങ്ങനെ അലട്ടും. അതെന്താ നേരത്തെ കുപ്പി അവിടെ ഇല്ലായിരുന്നല്ലോ, ഇപ്പം എങ്ങനെ ഈ കുപ്പി ഇവിടെ വന്നേ എന്നോർത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പടത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിപ്പോരും. പക്ഷേ ഈ പ്രൈവറ്റിൻ്റെ ഒരു പ്രത്യേകത ഇത് കണ്ടിട്ട് ഇങ്ങനെ ഇപ്പോൾ ചേച്ചി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നു എന്നുള്ളത് ആ സിനിമയുടെ വിജയമാണ്. പിന്നെ പ്രൈവറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു എക്സ്പെക്ടേഷനും ഇല്ലാത്ത കണ്ട ഒരേ ഒരു വ്യക്തി ചിലപ്പോൾ ഞാനായിരിക്കും. കാരണം ഈ സിനിമ ചെയ്യുന്ന സമയത്ത് കാരണം ഞാൻ പറഞ്ഞല്ലോ ദീപക്കേട്ടൻ്റെ ഡെബ്യൂ ഫിലിമാണിത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇത് ടേക്ക് എടുക്കുന്ന സമയത്ത് ദീപക്കേട്ടന് മനസ്സിലുണ്ട് ഒരു സാധനം ഇങ്ങനെ ചെയ്യണം, പക്ഷെ അത് പറഞ്ഞു തരാനും ഇല്ല. നമുക്കൊന്നുകൂടെ എടുത്ത് നോക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഇത്രയും ടേക്ക് ഞാൻ ഒരു സിനിമയിൽ ഇതുവരെ എടുത്തിട്ട് ഞാനും ഇന്ദ്രൻ സങ്കളും അതിൽ അഭിനയിച്ച ആരും ഒരു സിനിമയിലും ഇതുവരെ എടുത്തിട്ടും ഇല്ല, ഇനി അങ്ങോട്ടോട്ട് എടുക്കാനും പോകുന്നില്ല. ഇത് പ്രൈവറ്റിൽ മാത്രം പറ്റുന്നൊരു കാര്യമാണ്. കാരണം ഒരു ദിവസം മൊത്തം ഒരു ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സീൻ മാസങ്ങളോളം എടുക്കുക എന്നൊക്കെ പറയുന്നത് പ്രൈവറ്റിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പം എനിക്ക് എങ്ങനെയും ഇതൊന്നും തീർന്നാൽ മതി എന്നുള്ളതായിരുന്നു ഷൂട്ടിംഗ് സെറ്റ് വെച്ച് നമ്മുടെ ആകെ കൺസേൺ. അത് എനിക്കായാലും അവിടെയുള്ള എല്ലാവർക്കും അയ്യോ എടുത്ത് ഈ ഷോട്ട് എങ്ങനെയെങ്കിലും തീരെ. അപ്പോൾ നമ്മളിങ്ങനെ മാറ്റി എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതൊരു നമ്മുടെ നാച്ചുറൽ അല്ലാത്തൊരു സ്ഥാനത്തിലേക്ക് മാറുമ്പോൾ നമ്മൾ പറയും അയ്യോ ഇത് വേണ്ട കേട്ടോ, ഇത് പറ്റുന്നില്ല, ഇത് ഇവിടം കൊണ്ട് ഇതിലേറെങ്കിലും എടുക്കാം എന്നുള്ളത്. അപ്പോഴും ദീപക്കേട്ടൻ തൃപ്തനൊന്നും ആയിരിക്കില്ല. പിന്നെ നാളെ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്ക് വെച്ച ഷോട്ടുകളും ഉണ്ട്. അപ്പം എനിക്കിത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പ്രൈവറ്റ് നന്നായിട്ടല്ല എടുത്തു വെച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതായത് ഇതൊരു കംപ്ലീറ്റ് ആയിട്ടൊരു ഭംഗിയായിട്ടൊന്നും അല്ല ചെയ്തു വെച്ചിരിക്കുന്നത് എന്നെനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഇത് പ്രിവ്യൂ കാണാൻ പോയിട്ട് ഞാൻ എൻ്റെ വീട്ടിലും പറഞ്ഞിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ എങ്ങനെയെങ്കിലും തമിഴ്നാടായിരുന്നു ഷൂട്ട്, അവർക്ക് എങ്ങനെയെങ്കിലും കൊച്ചു തിരിച്ചൊന്ന് വീട്ടിൽ വന്നാൽ മതി എന്നുള്ള. അച്ഛൻ എൻ്റെ കൂടെ ഉണ്ട്. അച്ഛൻ മടുത്തു, ഞാനെന്നും രാത്രി വരുന്നു, കരയുന്നു, ഒച്ചുണ്ടാക്കുന്നു, എനിക്ക് പറ്റുന്നില്ല, ഞാൻ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 100 കൂട്ടം പ്രശ്നങ്ങളാണ്. ഇതിൻ്റെ ഡയറക്ടർ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ദീപക്കേട്ടനും ഞാനും തമ്മിലുള്ള വഴക്ക് സോൾവ് ചെയ്യണമെങ്കിൽ തന്നെ ഞങ്ങൾക്ക് കുറച്ച് ദിവസം എടുക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത് ചെയ്യുക ഭയങ്കര ടാസ്ക് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറഞ്ഞില്ല, ഞാൻ പെട്ടെന്ന് എനിക്ക് കൃത്യമായ കാരണമില്ലാത്ത കാര്യത്തിനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും, എന്തായി പറയുന്നത്, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ പിന്നെ എടുക്കുന്നത്, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അപ്പം പിന്നെ അത് മാറിയത് ഇന്ദ്രൻ സങ്കിൾ വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, അപ്പം ഇത് എന്നെ മാത്രമല്ല ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്, അങ്കിളിനെയും ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊടുത്തു എന്തായാലും ഇത് എന്തായിരിക്കും അല്ലയ്യ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി, അത് ദീപക്കേട്ടൻ ഈ പടത്തിനെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള ഒരിതുണ്ട്, ഒരു മീറ്ററുണ്ട്. അതിനപ്പുറത്തേക്കും വേണ്ട, അതിനിപ്പുറത്തേക്കും വേണ്ട, അത് തന്നെ കിട്ടണം. പക്ഷെ അത് പുള്ളിയുടെ മാത്രം കോൺഫിഡൻസ് ആയിരുന്നു ഈ 2 പേരെ കൊണ്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. ഞാൻ പ്രൈവറ്റ് കണ്ടിറങ്ങിയ എല്ലാവരോടും, എൻ്റെ വീട്ടിലുള്ള പ്രിവ്യൂ കണ്ടിറങ്ങിയപ്പോഴേ ഞാൻ ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് ദീപക്കേട്ടൻ്റെ കഴിവാണ്. അത് ഞാൻ മീനാക്ഷി ചെയ്തത് നല്ലൊരു കാര്യമായിക്കോട്ടെ, നന്നായി അഭിനയിച്ചിട്ടുണ്ട്, അല്ലെ മീനാക്ഷി ചെയ്ത ആ ഭാഗം കുറച്ച് ശരിയാക്കായിരുന്നു എന്ന് തോന്നിയാലും അത് കംപ്ലീറ്റ്ലി ദീപക്കേട്ടൻ്റെയാണ്. കാരണം ഞാൻ എന്തൊക്കെയോ ചെയ്ത് വെച്ച, അതായത് കുറേ ടേക്ക് എടുത്തതിൽ നിന്ന് ദീപക്കേട്ടന് ഇഷ്ടമുള്ളൊരു സാധനമാണ് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ആദ്യം എടുത്തതാവാം, അവസാനം എടുത്തതാവാം, നടുക്കെടുത്തതാവാം, ഏതാണെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. പക്ഷേ ഇതിൻ്റെ പ്രിവ്യൂ കണ്ടിറങ്ങിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചേ ഇല്ല ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിൻ്റെ മ്യൂസിക് അതിന് ഭയങ്കര കൺവിൻസിങ്ങാണ്. നമുക്കൊരു ഫ്രഷായിട്ട് തോന്നുന്നൊരു മ്യൂസിക്കാണ്. കാരണം എവിടെയും കേട്ട് പരിചയമില്ലാത്ത ഒരു മ്യൂസിക്, ഒരു ശബ്ദം, പാട്ടിൻ്റെ വരികളായാലും ഒക്കെ അങ്ങനെ തന്നെ. അപ്പം ഇവരിത് ഇത്രയും നന്നാക്കി എടുത്തു വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ പ്രതീക്ഷകളൊക്കെ അവിടെ തെറ്റി. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഈ സിനിമ, ഞാൻ പറഞ്ഞില്ല മീനാക്ഷിനെ പറഞ്ഞതുകൊണ്ട് എന്ന് ചെന്ന് കാണുവാണ്, പ്രൈവറ്റ് കാണാൻ ടിക്കറ്റ് എടുത്തു, കാണാൻ ചെന്നിരുന്നു.
ഓക്കെ ചെന്നിരുന്ന് കഴിഞ്ഞപ്പം ഞാൻ മീനാക്ഷിയെ കണ്ടിട്ടില്ല അതിനകത്ത്. അക്ഷിത എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി, അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. കാരണം മുന്നേറ്റങ്ങളാണ്. അതായത് പണ്ട് നമ്മൾ കാണിക്കുന്ന മലബാറിൽ അല്ലെങ്കിൽ എന്താണെങ്കിലും മുസ്ലിം കുടുംബത്തിൽ കാണിക്കുന്ന ഒരു ടിപ്പിക്കൽ കുറേ സാധനങ്ങളുണ്ട്. അതിനെയൊക്കെ മാറ്റി, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ജാമിയ മില സ്കൂൾ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. അതായത് എഡ്യൂക്കേഷൻ പോലും അവർക്ക് ഭയങ്കര പ്രിഫറൻസ് ആവുകയും എനിക്കിത് പഠിക്കണം, അതായത് ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് അത് നിർത്തിയിട്ട് എനിക്ക് ജേർണലിസ്റ്റ് ആവണം, അത് പഠിക്കണം എന്ന് പറയാനൊരു വോയിസ്, കല്യാണത്തിനൊന്ന് ഒളിച്ചോടുക. അത് ഒളിച്ചോടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചോടുക വെച്ചാൽ ഇറങ്ങി ഓടുക. നമ്മൾ ആ ഓടുന്ന ഒരു സീൻ പോലും ഇന്ന് സാധ്യമാകുകയും അല്ലെങ്കിൽ അത് അങ്ങനെ നടക്കുന്നുണ്ട് എന്നൊക്കെ കാണിക്കുന്നത് ഒരു വിപ്ലവമാണ്. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടൊക്കെ നമുക്കത് അറിയാമല്ലോ, ഇതിങ്ങനെയാണെന്ന് അറിയാമല്ലോ. ആ വിപ്ലവം ചെയ്തുകൊണ്ടാണ്. അതിലെ ഡ്രൈവിംഗ് ആണെങ്കിലും നന്നായിട്ട് ചെയ്തു. അപ്പം ഞാനല്ല ചുമ്മാ നമുക്കാണ് ഒരു പ്രൗഡാണ്. അയ്യോ, നമ്മൾ ആഗ്രഹിച്ചതാണ് ഇതൊക്കെ ഒന്ന് വെളിയിലേക്ക് വരണം. നമ്മളെപ്പോഴും എല്ലാവരും പറയുന്ന മുസ്ലിം പെൺകുട്ടികൾ തട്ടപൂരെന്നാണ് ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു, അതായത് സ്ത്രീകളെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുമ്പോൾ തട്ട വിട്ടാൽ എന്ത്, തട്ട വിട്ടില്ലല്ലോ എന്താ, അവർ പഠിച്ച് നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നില്ലേ, അത് കാണിച്ചതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് എൻ്റെ കാഴ്ചപ്പാട്. അത് അപ്പോൾ എൻ്റെ ആ കാഴ്ചപ്പാടിൽ ഇപ്പം ഈ ഒരു തിരക്കഥ വായിക്കുന്ന നിങ്ങൾ എല്ലാവരും കൂടെയാണെന്ന് പറഞ്ഞു. അപ്പം തിരക്കഥയിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം, എങ്ങനെ കൈ മീറ്റർ എല്ലാം വായിച്ചപ്പോൾ ഇതെങ്ങനെ എനിക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാം, അല്ലെങ്കിൽ ഞാനിതെങ്ങനെ എടുത്താൽ ശരിയാകുമോ. കാരണം +2 ഉള്ളൂ, വലിയ ഇതില്ല. എങ്ങനെയായിരുന്നു ആ ഒരു, ഇപ്പം അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു മുസ്ലിം സ്ലാങ്ങിൽ സംസാരിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു, അതായത് കൂട്ടുകാരോടൊന്ന്. എങ്ങനെയായിരുന്നു ഈ ഒരു, എങ്ങനെയാണ് നമുക്ക് പ്രൈവറ്റിന്റെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പം ഞാനും അച്ഛനും അമ്മയും ഒക്കെ ഇരുന്ന്, ദീപക്കേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ഇരുന്നാണ് വായിച്ചത്. അപ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ഞാനിതെങ്ങനെ ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഇത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്നോ ഒന്നും എനിക്കപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊരു പ്രൈവറ്റ് സിനിമ എഴുതി വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അത് കൂടുതലും അതിൽ കാണിക്കാനാണുള്ളത്, അതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടിയും അതിൻ്റെ ഒരു ഡയറക്ഷൻ്റെ പ്രത്യേകതയും ഒക്കെയാണ് അതിലുള്ളത്. അപ്പോൾ കൂടുതലും നമുക്ക് സ്ക്രിപ്റ്റ് വായിച്ച് കഴിയുമ്പോൾ എനിക്ക് വളരെ നോർമലായിട്ടാണ് ഫീൽ ചെയ്തത്. പ്രൈവറ്റിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്, അത് അതിൻ്റെ ഡയറക്ടറുടെ പൊളിറ്റിക്സ് ആണ്. അപ്പം ഇതൊന്നും അന്ന് ഞാൻ വളരെ കൺസേൺഡ് ആയിട്ട് ചിന്തിക്കുകയൊന്നും ചെയ്തിരുന്നില്ല, എൻ്റെ ഏജ് ഒന്നും ഞാനതിൽ വിചാരിച്ചിരുന്നില്ല. പക്ഷെ എൻ്റെ അച്ഛൻ ദീപക്കേട്ടനോട് അന്ന് ചോദിച്ചത് ഞാൻ ഓർക്കുന്നത്, ദീപക്കെ ഇത് ഈ കൊച്ചിനെ വെച്ച് ഇവള് കുറച്ചുകൂടെ കുഞ്ഞല്ലേ, അപ്പം ഇവരെ രണ്ടുപേരെയും വെച്ച് ദീപക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, ദീപക്കിൻ്റെ മനസ്സിലെന്താ. അപ്പം ദീപക്കേട്ടൻ അച്ഛനോട് പറഞ്ഞു, ചേട്ടാ മാസില്ലാത്ത രണ്ടുപേരെ വെച്ചൊരു മാസ് പടം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അത് വളരെ കറക്റ്റായിരുന്നു. ദീപക്കേട്ടൻ ഉദ്ദേശിച്ചത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്കന്ന് മനസ്സിലായി. അത് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, ഓക്കെ നമുക്കിത് ചെയ്യാം. ദീപക്കേട്ടൻ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, മീനാക്ഷി വിചാരിക്കുന്ന പോലെ ഒരു സംഭവമല്ല. അന്നൊക്കെ ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്നാ ദീപക്കേട്ടാ, ഒരു കുഴപ്പമില്ല, നമുക്കിത് ചെയ്യാം. അല്ല ഇതിൽ വണ്ടി ഓടിക്കണം. ഞാൻ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് വണ്ടി ഓടിക്കാം. അതൊന്നും അല്ല, ഓഫ് റോഡ് ഓടിക്കണം. കുഴപ്പമില്ല, അത് നമുക്ക് ഓടിക്കാം. അപ്പോൾ പല കാര്യങ്ങൾ, ഇതൊരു മലപ്പുറം പെൺകുട്ടിയാണ്, ആയിക്കോട്ടെ, എനിക്ക് എല്ലാത്തിലും സന്തോഷമുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ ഒന്നിനോടും ഞാൻ സ്ട്രെസ് എടുക്കുന്ന ആളായിരുന്നില്ല. പക്ഷെ ഇതിൻ്റെ സെറ്റിലേക്ക് വന്നപ്പോൾ കംപ്ലീറ്റ്ലി മാറി. ദീപക്കേട്ടൻ ഉദ്ദേശിക്കുന്ന ഇതൊന്നും അല്ല, ഞാൻ ചെയ്തു കൊടുക്കുന്നതൊന്നും അല്ല വേണ്ടത്, വേറെ എന്തൊക്കെയോ ആണ്. കുറച്ചുകൂടെ സ്ലാങ് മാറ്റണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ലുക്സിൽ മാറ്റം വരുത്തണം, അങ്ങനെ കുറേ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നു. പെട്ടെന്ന് പിന്നെ കുറേ നാളുകൾക്ക് ശേഷം കഴിഞ്ഞു. പിന്നെ പ്രൈവറ്റ് സെറ്റിലോട്ട് പോകാമെന്ന് പറയുന്നത് എനിക്ക് പേടിയാണ്. ദൈവമേ, ഇന്ന് എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത്, ഞാൻ ഇന്ന് ആരോടൊക്കെ വഴക്കിടും എന്നൊക്കെ ആലോചിച്ചാണ് ഞാൻ എൻ്റെ റൂമിൽ നിന്നേ പോകുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടാകുന്ന ആൾക്കാർക്കും ഇതേ അനുഭവം തന്നെയാണ്. അപ്പം ഇതിനൊക്കെ ശേഷമാണ് ദീപക്കേട്ടനോട് പോലും ഞാൻ ഇത്രയും ഒരു സൗഹൃദം ഉണ്ടാകുന്നതും, എൻ്റെ വളരെ ഒരു അടുത്ത എൻ്റെ ഒരു ഫാമിലിയിലെ ഒരാളെ പോലെ ഞാൻ ചേട്ടനെ കാണുന്നതും ഒക്കെ പ്രൈവറ്റ് കഴിഞ്ഞതിന് ശേഷം. അപ്പം ഞങ്ങൾക്ക് ഒരിക്കലും പറ്റില്ലായിരുന്നു, എനിക്ക് ശത്രുതാ മനോഭാവം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ദീപക്കേട്ടൻ ഒരു പാവമാണ്, ഭയങ്കര പാവമാണ്. അതിനെല്ലാം നമ്മൾ ഒരിക്കൽ പോലും ഇങ്ങനെ പല ടേക്ക് എടുക്കണം എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ ഞാൻ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോഴും ഒന്നും ദീപക്കേട്ടൻ്റെ മുഖം വാടിയിരിക്കുക അല്ലെങ്കിൽ നമ്മളോടൊന്ന് മോശമായിട്ട് സംസാരിക്കാൻ, അതായത് അങ്ങനെയല്ല മീനാക്ഷി ഞാൻ ഉദ്ദേശിക്കുന്നത്, കൊള്ളില്ല, അങ്ങനെ ഒന്നും പറയുക, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പുള്ളി വളരെ കാമായിട്ട് നിന്ന് ഒന്നും കൂടെ എടുത്തു നോക്കാം, ചിലപ്പോൾ ശരിയാവുമായിരിക്കും, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇരുന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് പ്രൈവറ്റ് വളരെ സ്പെഷ്യൽ. ചില കാര്യം നമ്മൾ പറയത്തില്ല, അന്ന് നമുക്കിത് എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതി എന്നുള്ളായിരുന്നു. എനിക്കിത് ഓയ്യോ മടുത്തു ഞാൻ എന്ന് പറയുന്നൊരു കാര്യമായിരുന്നെങ്കിൽ, പക്ഷേ ഇന്ന് എനിക്കത് വളരെ പ്രൈവറ്റിൻ്റെ, ഞാൻ എത്ര നാൾ കഴിഞ്ഞാലും, ഞാൻ ഇനി സിനിമകൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ ഭയങ്കര പേഴ്സണലായിട്ട് ഓർത്തിരിക്കാൻ പോകുന്നൊരു സിനിമയാണ് പ്രൈവറ്റ്. കാരണം അവിടെ ഞാൻ കഴിച്ച ഫുഡും ഞാൻ ഓടിച്ച വണ്ടിയും അതിനോടൊക്കെ എനിക്ക് എന്തോ ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ഒന്നിനോടും, എനിക്ക് കാറുകളോടൊന്നും അങ്ങനെ, എൻ്റെ വീട്ടിൽ കിടക്കുന്ന വണ്ടിയോട് പോലും എനിക്ക് അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. പക്ഷേ
എനിക്ക് പ്രൈവറ്റിൽ ഞാൻ ഓടിച്ച വണ്ടിയോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് ഞാൻ ഓടിച്ചാണ്, ഞാൻ അത്രയും നാൾ കൊണ്ട് നടന്നതാണെന്നൊരു സംഭവം എനിക്കുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും വേറൊരു വണ്ടി ഓടിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ആർക്ക് പറ്റുമെന്ന് ഓർത്തൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് തരുമോ വണ്ടി, അങ്ങനെ ഓഫ് റോഡ് ഓടിച്ചു പോകാനില്ലല്ലോ. അപ്പോൾ എനിക്ക് ആ വണ്ടിയോടും പിന്നെ ഇന്ദ്രൻസ് അങ്കിളിനോടും ഈ പറയുന്ന ദീപക്കേട്ടൻ, അവിടെ ആ ക്രൂവിലുണ്ടായിരുന്ന ഓരോ ആൾക്കാരും എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് പിന്നീട് മാറി. അന്ന് എനിക്ക് അവരാരും, ഇന്ദ്രൻസ് അങ്കിളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാൻ എപ്പോഴും അങ്കിളുടെ കൂടെയായിരുന്നു സെറ്റിൽ. പക്ഷേ ബാക്കി എല്ലാ ആൾക്കാരും എനിക്ക് ഭയങ്കര വേറെ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ആൾക്കാരായിരുന്നു. ഇന്ന് അവിടുന്ന് കഴിച്ച അവിടെ ഒരു മഷ്റൂം ഫ്രൈഡ് റൈസ് കിട്ടും. അവിടെ ഒരു ഹോട്ടലുണ്ട് പൊള്ളാച്ചിയിൽ, അവിടെ ഒരു മഷ്റൂം ഫ്രൈഡ് റൈസ് കിട്ടും. അതിനോട് വരെ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട് ഇപ്പോൾ. എനിക്കത് എന്നാന്നറിയത്തില്ല, പക്ഷെ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സിനിമയാണ് പ്രൈവറ്റ്. എനിക്കത് എത്രത്തോളം പറഞ്ഞു തരാൻ പറ്റും എന്നെനിക്കറിയില്ല, ആ സ്ഥലത്തിനോടും എല്ലാം. എന്താണെങ്കിലും മീനാക്ഷി, ഞാൻ പറഞ്ഞല്ലോ ലൈഫിൽ അത് നല്ലൊരു പടമാണ്. നന്നായിട്ട് എന്താ പറയുക, അത് ചൂസ് ചെയ്തത് നല്ല ബുദ്ധിപരമായ ഒരു തീരുമാനമാണ്. എന്നുവെച്ചാൽ ചില പൊളിറ്റിക്സ് പറഞ്ഞു തന്നെ പോകണം എന്നുള്ളതുകൊണ്ട്. അപ്പൊ എന്താണെങ്കിലും കുറേ ക്ഷീണിതയാണെന്ന് എനിക്കറിയാം. ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്, കുഴപ്പമില്ല. എൻ്റെ അടുത്ത് വന്നതിനും ഞങ്ങളുടെ ചാനലിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തന്നതിനും, പുതിയതായിട്ട് ഇനി പടങ്ങൾ വരട്ടെ, ജീവിതത്തിൽ എന്താ പറയാ നല്ലതേ വരുള്ളൂ. അതിനെക്കാളും ടാക്കിൾ ചെയ്യാൻ മീനാക്ഷിക്ക് നന്നായിട്ട് അറിയാം. എന്താണെങ്കിലും ഭയങ്കര സന്തോഷം. താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. നമുക്ക് ഇനിയും കാണണം, ഒത്തിരി മിണ്ടണം. താങ്ക് യു.